എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നേന്ത്രപ്പഴവും കുറച്ച് അവലും വെച്ചിട്ടുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പായസമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് കശുവണ്ടിയും നമുക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊരു ചെറിയ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ കോരി മാറ്റാം. ഉണക്കമുന്തിരി ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ളൊരു നേന്ത്രപ്പഴം ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏകദേശം 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പാലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. ഈ പഴത്തിൽ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. പിന്നെ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാല് തിളയ്ക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അവൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി നിൽക്കുന്ന രീതിയിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കണം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അവൽ കഴുകിയെടുത്തിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. അവൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം താമസമൊന്നുമില്ല. അവലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഏകദേശം 2 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി. നേരത്തെ നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ബാക്കി ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മധുരം പഞ്ചസാരയും കൂടി ആകുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള മധുരമായിരിക്കും. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾ കുറവാണ് ചേർക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 4 ഏലക്കായ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനതിൽ ചേർക്കാനായിട്ട് വിട്ടുപോയതാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇതിലേക്ക് ചേർക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്